ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്വിറ്റ്സർലൻഡ് ഷാക്ക് ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് അൻഡാറ്റിസ് ബിൽഡേഴ്സിലാണ്. കോഴിക്കോട് ടൗണിൽ നിന്നും 10 കിലോമീറ്റർ ഉള്ളോട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. 43ഓളം വില്ലകൾ അടങ്ങുന്ന 3.5 ഏക്കറിൻ്റെ പ്രോജക്റ്റിലാണ് ഞാനിന്നുള്ളത്. അതിൽ കുറച്ച് വില്ലയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എപ്പിസോഡ്. കോഴിക്കോട് മൂഴിക്കലിലാണ് ഈ ഒരു പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കാലിക്കറ്റ് ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ ആണ് ഇതിന്റെ ഡിസ്റ്റൻസ് വരുന്നത്. ഇതിവിടെ പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ തൊട്ടടുത്താണ് ഈ പ്രോജക്റ്റ് ഉള്ളത്. 3.5 ഏക്കർ സ്ഥലവും 43 വില്ലയാണ് ഇതിലുള്ളത് ടോട്ടൽ വരുന്നത്. ഇതിൽ കുറച്ച് വില്ലകൾ ഇനി സെയിൽ ആവാനുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും ഇന്നത്തെ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം പുതിയ എപ്പിസോഡ് ചെയ്തിട്ട് ഒരു 10-15 ദിവസത്തോളം ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടെയ്ൻമെൻറ്റ് സോണും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഡിലേ ആയത്. ഇനി നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പ്രേക്ഷകർ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ബഡ്ജറ്റ് വീടുകളുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും വരും എപ്പിസോഡിൽ അതും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രോജക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ 4 സെന്റ് മുതൽ 7.5 സെന്റ് വരെയുള്ള ഒരുപാട് പ്ലോട്ടുകളിലായിട്ട് ഒരു 43ഓളം വില്ലകൾ ഈ ഒരു പ്രോജക്റ്റിൽ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല അമ്യൂണിറ്റീസ് ആയിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂള്, ഹെൽത്ത് ക്ലബ്ബ്, കോൺഫറൻസ് ഹാള്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, ബാസ്കറ്റ്ബോൾ കോർട്ട്, അങ്ങനത്തെ ഒരുപാട് അമ്യൂണിറ്റീസും ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു വില്ലയുടെ ഡീറ്റെയിൽ, ഇത് 7 സെന്റ് സ്ഥലവും 2800 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം വില്ലയാണ്. ഇത് ഓൾറെഡി ഒരു 95% വർക്ക് കഴിഞ്ഞ ഒരു വില്ലയിലാണ്. ഇത് 7 സെന്റ് സ്ഥലവും 2800 സ്ക്വയർ ഫീറ്റ് 4 ബെഡ് വില്ലയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മളിപ്പം വില്ലയിലേക്ക് കയറുമ്പോൾ തന്നെ മുന്നിൽ നമ്മുടെ മിറ്റം മുഴുവൻ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായ ഒരു മിറ്റമുള്ള ഒരു വില്ലയാണിത്. അത് കൂടാതെ 2-3 കാറുകൾക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഫ്രണ്ടേജോട് കൂടിയ ഒരു വില്ലയാണിത്. പിന്നെ അതിന്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇതിൽ 43ഓളം വില്ലകൾ ഈ പ്രോജക്റ്റിൽ 3.5 ഏക്കറിൽ വരുന്നുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 39 വില്ലാസും സോൾഡ് ഔട്ട് ആണ്. ഇനി 3-4 വില്ലകളുള്ളൂ. അത് ക്ലിയർ ലാൻഡ് ഉണ്ട്. അതല്ലാതെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് വീടുകളുണ്ട്. അപ്പം നമ്മുടെ താല്പര്യമുള്ള വ്യൂവേഴ്സിന് ഞാൻ അതിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളെല്ലാം വീഡിയോയുടെ ലാസ്റ്റിലേക്ക് കാണാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ ഞാൻ വില്ലയുടെ ഉള്ളിലേക്ക് കയറി. സിറ്റ് ഔട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിറ്റ് ഔട്ട് ഉണ്ട്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു തേക്കിൽ തീർത്ത ഒരു മെയിൻ ഡോറാണ് വരുന്നത്. അത് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഡോറാണ്. 2 വശത്തേക്കും തുറക്കുന്ന രീതിയിലുള്ള ഡോറാണ് വരുന്നത്. പിന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ നേരെ നല്ലൊരു ഹോളാണ്. ഡൈനിങ് പ്ലസ് ലിവിംഗ് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. ഇതൊക്കെ ഇന്റീരിയറൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട് വർക്കിന്റെ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതൊക്കെ കടകളിൽ മജീസൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മജീസൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ തന്നെ ആയിരിക്കും ഇതിന്റെ ഓണർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കണ്ടിട്ടതാണ് തോന്നുന്നത്. അപ്പോൾ ഒരു മജീസ് വരെ ഈ ഒരു വില്ലയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്കോ ഉണ്ടാവും, അപ്പോൾ അത് ക്ഷമിക്കുന്നതായിരുന്നു. നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ബെഡ്റൂമിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇത് 390x390 എന്ന സ്പേസിലാണ് ഈ ബെഡ്റൂം ഈ ഒരു ഭാഗം മാത്രം വരുന്നത്. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇനിയും സ്പേസ് ഉണ്ട്. അതിലത്തെ വാർഡ്രോബ്സ് എല്ലാം ഇവരിവിടെ ഇന്റീരിയറിൽ ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ്സിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ബാത്റൂം ഏരിയ നല്ല ഫിറ്റിംഗ്സ് ആണ്. എല്ലാം നല്ല പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം താഴത്തെ ഒരു ബെഡ്റൂമിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കാണുമല്ലോ. അപ്പൊ നമ്മൾ പിക്ചറിലേക്കാണ് പോകുന്നത്. പിക്ചറിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മോഡുലാർ കിച്ചൺ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഒരു കൺവീനിയന്റ് ഹാൻഡിലോട് കൂടിയ നമ്മുടെ കബോർഡ്സും കാര്യങ്ങളും. ഈ സ്ലാബ് ആണ് ഗ്രാനൈറ്റിന്റെ ഒരു ഓറഞ്ച് കളർന്ന ഒരു ഗ്രാനൈറ്റിന്റെ പീസാണ്. അതിന്റെ കൂടെ തന്നെ ടൈല്, ഗ്ലോസി ടൈലും ഒരു ഓറഞ്ച് ടച്ച് വരുന്ന ഒരു ഗ്ലോസി ടൈലും കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ടച്ചപ്പ് വർക്കും പെയിന്റിങ് ചെയ്യാനുണ്ട്. അതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കബോർഡ്സ് എല്ലാം തന്നെ നല്ല രീതിയിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല പ്ലേറ്റ് ഒക്കെ ഡിഷസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ആ ഒരു കബോർഡും കാര്യങ്ങളും, നല്ല വലിയൊരു സിങ്ക്. പിന്നെ വർക്ക് ഏരിയ കണ്ടോ,
അത്യാവശ്യം നല്ല എളുപ്പമുള്ള ഒരു വർക്ക് ഏരിയ, അതിലും ഗ്രാനൈറ്റ് ബേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറത്തേക്കുള്ള ഏരിയ അവിടെ കുറച്ച് സ്പേസ് എക്സ്ട്രാ ഉണ്ട്. പിന്നെ നമുക്ക് പോകാനുള്ളത് നമ്മൾ കണ്ടില്ലേ കിച്ചണിൽ തന്നെയാണ്. എന്താ വെച്ചാൽ ഇതിന് നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും, ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രിഡ്ജിനൊക്കെ ഉള്ള ഏരിയ ആണ്, അതിനുള്ള വയറിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി ഞാൻ വരുന്നത് നമുക്കിവിടെ ഒരു വാഷ് ബേസിൻ പ്ലസ് ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ബെഡ്റൂമിലേക്ക് പോവാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് സ്പേസ് ഇവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് താഴത്തെ ഫ്ലോറിലുള്ള ഡീറ്റെയിൽസ്. ഞാൻ പറഞ്ഞല്ലോ ഇത് 2800 സ്ക്വയർ ഫീറ്റ് വീടാണ്, പക്ഷേ നല്ല സ്പേഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്രയും സ്പേസ് താഴത്തിന് ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ട് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് നമ്മൾ മുകളിലുള്ള ബെഡ്റൂംസിന്റെ മുകളിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാം. ഇപ്പൊ നമ്മളിപ്പോ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, ഒരു വുഡിൽ തീർത്ത ഹാൻഡ് റെയിൽസ്, പിന്നെ ഗ്രാനൈറ്റിൽ തീർത്ത നമ്മുടെ പടികൾ, പിന്നെ ഈ ഒരു ഭാഗം കണ്ടില്ല, ഈ ഒരു പോർഷൻ മൊത്തം ഇത് കോൺക്രീറ്റിന്റെ ഒരു ഏരിയ ഒന്നല്ല, ഇവിടെ ഗ്ലാസിന്റെ ഏരിയ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിപ്പം ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ നല്ല കാറ്റാണ് നമുക്ക് ഇവിടെ നിന്ന് ഉള്ളോട്ട് കിട്ടുന്നത്. അതും നല്ലൊരു അടിപൊളിയായിട്ട് ചെയ്ത് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ പിന്നെ നമ്മളിപ്പോ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ സ്റ്റെപ്പിന്റെ ആ സെക്ഷൻ കഴിഞ്ഞ ഉടനെ ഇവിടെ ഫുൾ ഗ്ലാസിൽ തീർത്ത ഒരു ഏരിയ ഉണ്ട്, ഒരു ബാൽക്കണി ഏരിയ. ശരിക്കും പറയുകയാണെങ്കിൽ ഫുൾ ഗ്ലാസിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് വ്യൂസ് കാണും ചെയ്യാം. പിന്നെ അതല്ല, ഇവിടെ നമുക്കൊരു ചെറിയ ജിമ്മിന്റെ സെറ്റപ്പ്, ഒരു നമ്മുടെ എന്താ പറയുക ട്രെഡ്മില്ല് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജിം ഏരിയ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഗ്ലാസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. നല്ല സ്പേഷ്യസ് ആണ് പറഞ്ഞതുപോലെ. പിന്നെ ഈ ഒരു റൂം കണ്ടത് നല്ല വലുപ്പമുള്ള, നേരത്തെ താഴെ കണ്ടതുപോലെ തന്നെ 390 to 390 ആ സ്പേസിലേക്ക് പോകാൻ അതിലും നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിലും നേരത്തെ താഴെ കണ്ടതുപോലെയുള്ള നല്ല പ്രീമിയം ഫിക്സ് ചെയ്ത ഒരു ബാത്റൂമാണ് ഇവിടെയും വരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ 3 ബെഡ്റൂംസ് ആണ് ഇതിൽ വരുന്നത്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും, പിന്നെ അത് കൂടാതെ ഞാൻ നേരത്തെ കാണിച്ചൊരു ജിമ്മിന്റെ ഒരു ഏരിയ കണ്ടില്ലേ, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ, ഗ്ലാസിന്റെ ഏരിയ ആണ്. അതും കൂടി കൂട്ടുകയാണെങ്കിൽ ശരിക്കും 4 റൂമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ മേക്ക് ഓവർ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് ഓപ്പൺ ടെറസ് ഏരിയ ആണ്. ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് കാണുന്നത് കണ്ടോ. വില്ലകളുടെ എല്ലാം ഫിനിഷിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് പൊല്യൂഷനും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അടുത്ത ബെഡ്റൂം, മുകളിലെ സെക്കൻഡ് ബെഡ്റൂം, ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിൽ വേറൊരു പ്രത്യേകത ഈ ബെഡ്റൂമിൽ കണ്ടെന്ന് വെച്ചാൽ ഒരു ഡ്രസ്സിംഗ് റൂം കൂടി. നമ്മളിപ്പോൾ ടോയ്ലറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ഡ്രസ്സിംഗ് ഏരിയ നമ്മളിവിടെ ഒരു ഡോർ വെക്കുകയാണെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് കൂടാതെ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള നല്ലൊരു പ്രീമിയം ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള ബാത്റൂം തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്കിനി ഇതിലൊരു ബാൽക്കണി കൂടി ഉണ്ട്. അതും നല്ല വലുപ്പമുള്ള ബാൽക്കണിയാണ്. ഇവിടെ ഒന്ന് കാണാം. അപ്പൊ ഞാനിപ്പോ ഈ ബാൽക്കണി ഏരിയയിലുള്ളത്, ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാൽക്കണി ഏരിയയിലാണ്. നല്ല കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട്, നല്ല രീതിയിൽ കണ്ടില്ലേ. ദൂരത്തേക്കൊക്കെ അത്യാവശ്യം വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു ബാൽക്കണി ഏരിയ ആണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ അവരുടെ ഈ ഒരു ബിൽഡേഴ്സിന്റെ അമ്യൂണിറ്റീസും കാര്യങ്ങളും വരുന്ന ഒരു ബിൽഡിംഗ് അവിടെ വരുന്നുണ്ട്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഡിസംബറോട് കൂടി ഇവർ ഹാൻഡ് ഓവർ ചെയ്യും. ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഹാൻഡ് ഓവർ ചെയ്യും. അപ്പം ഈ അമ്യൂണിറ്റീസ് കംപ്ലീറ്റ് തീർക്കും. അതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള്, ബാഡ്മിന്റൺ കോർട്ട്, പിന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ, ഒരു മിനി കോൺഫറൻസ് ഹാള്, പിന്നെ ഒരു ബാസ്കറ്റ് ബോൾ ഏരിയ, അങ്ങനത്തെ അത്യാവശ്യം വേണ്ട നല്ല അമ്യൂണിറ്റീസ് എല്ലാം ഈ അഡ്വാൻറ്റേജ് ബിൽഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം ഈ വില്ലയുടെ ഡീറ്റെയിൽസും ഈ വില്ലയുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓൾറെഡി ബുക്ക് ആയ വില്ലയാണ്.
ഇത് 7 സെന്റ് സ്ഥലത്താണ് വരുന്നത്. ഇതേപോലെ തന്നെ നമുക്കൊരു 6.5 സെന്റ് സ്ഥലം ഈ വില്ലയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. അത് ഷാക്കിദ് ഒന്ന് ഷൂട്ട് ചെയ്യും സ്ഥലം. അപ്പോൾ ഈ ഒരു സ്ഥലം ഓൾറെഡി ഇപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞതാണ്. ഇവിടെ ഒരു 6 സെന്റ് ആ റേഞ്ചിൽ സ്ഥലം ഇവിടെ വരുന്നുണ്ട്. നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെയും ഇതേ എലിവേഷനിൽ ഈ ഒരു വീട് വെറും ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ, അതായത് 10 മന്ത്സിൻ്റെ ഉള്ളിൽ അൺആർട്ടിസ് ബിൽഡേഴ്സ് ഇവിടെ സെറ്റാക്കി തരും. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് സ്ക്വയർ ഫീറ്റിന് 5,500 രൂപയാണ് ഇവർ ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അത് 90 lakhs മുതൽ 2 CR വരെയുള്ള വില്ലകളാണ് ഈ ഒരു പ്രൊജക്റ്റിൽ ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സെപ്പറേറ്റ് വില്ലകളുടെ വീഡിയോസ് ഇനി വരാനുണ്ട്. അപ്പം ഇൻറ്റീരിയർ ചെയ്ത വീടുകളുണ്ട്, അതേപോലെ ഇൻറ്റീരിയർ ചെയ്യാത്ത വീടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഇനി വരുന്ന നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പം പുറത്ത് പോയിട്ട് നമ്മളിപ്പോൾ കാലിക്കറ്റ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് കമൻസിലെല്ലാം. കാലിക്കറ്റ് മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യാറ്, നമ്മളിപ്പം റിസോർട്ടിൻ്റെയും അതേപോലെ പല ഇതിൻ്റെയൊക്കെ റിവ്യൂസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പാണ്. പക്ഷേ ഇതിപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് മാത്രം ചെയ്യുന്നത്. പിന്നെ ഇപ്പം കണ്ടില്ലേ, ഇപ്പോൾ ഒരു 15 ദിവസത്തോളമായി നമ്മുടെ ഒരു പുതിയ വീഡിയോ വന്നിട്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് ടൈം ഡിലേ വരാൻ കാരണം ഈ ഒരു പ്രശ്നങ്ങളാണ്, ഈ കൊറോണേൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഒരു പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.